എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കസോളിലുള്ളത്. കസോളിൽ നിന്ന് തോഷ് വില്ലേജിലേക്ക് ഒരു ബൈക്ക് യാത്ര, ഒരു സ്കൂട്ടി യാത്രയാണ്. അപ്പോൾ നമുക്കതിന് മനോഹര കാഴ്ചകളൊക്കെ കാണാം. തോഷ് വില്ലേജും ഒന്ന് സന്ദർശിക്കാം. ഇത് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ്. റോഡൊക്കെ വളരെ ചെറിയ റോഡാണ്, പിന്നെ അത്ര സ്മൂത്ത് അല്ല, കുണ്ടും കുഴിയും ഒക്കെ ഉള്ളതാണ്. ഇപ്പുറത്ത് നല്ല കൊക്കയും, അഗാധമായ കൊക്കിയൊക്കെയാണ് ഇപ്പുറത്തുള്ളത്. പിന്നെ സൈഡിലൂടെ പുഴയും ഒഴുകുന്നുണ്ട്. പാർവതി റിവർ, പാർവതി വാലി എന്നൊക്കെ പറയും. അപ്പം നമുക്ക് തോഷ് കസോളിൽ നിന്ന് 20 കിലോമീറ്ററാണുള്ളത്. നമുക്ക് ബർസേനി വഴിയാണ് പോകേണ്ടത്. ബർസേനി നമുക്ക് ട്രക്കിങ്ങും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും സ്കൂട്ടി എടുത്ത സ്ഥിതിക്ക് സ്കൂട്ടിയിലാണ് തോഷ് വരെ യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ തോഷിലേക്ക് ഇനി 10-18 കിലോമീറ്റർ ഉണ്ട്. 55 മിനിറ്റോളം നടക്കും. ഇത് പോകുന്ന വഴിക്കുള്ള മനോഹര കാഴ്ചകളൊക്കെയാണ്. എന്ത് വലിയ പാറ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇവരുണ്ടാക്കിയെന്ന് ആർക്കും. പാറ കൊത്തിയെടുക്കാൻ പറ്റുക പാട്. മനോഹരമായ കാഴ്ച. ഇതുവഴിയാണ് ബസ്സൊക്കെ യാത്ര ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് കുളു. വന്ന വഴിയുണ്ട്. റോഡൊക്കെ ഇവിടെ കുറച്ചുണ്ട്, അവിടെയൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇനി ഇതിങ്ങനെ പോകണം. പിന്നെ ഇതിൻ്റെ കൊക്കയാണ് ഈ സൈഡിലുള്ളത്, കണ്ടോ? പക്ഷേ എൻ്റെ പൊന്നു, നല്ല ആഴത്തിലുള്ള കൊക്കയാണ്. നല്ല വ്യൂ പോയിന്റ് ആണ്, കണ്ടോ മല. ഇവിടെ ഒന്നും ആൾ സഞ്ചാരമില്ലാത്ത മലയാണ്. മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്. നമ്മൾ വന്ന റോഡ് നല്ല അഡ്വഞ്ചറസ് റോഡാണ്. വളരെ ചെറിയ റോട്ടിൽ മലേൻ്റെ ഇതിലൊക്കെ ആയിട്ട് തോഷ് എത്താറായി. കുറച്ചും കൂടി ഉണ്ട്. പക്ഷെ നല്ല ഹില്ലി ഏരിയ ഒക്കെയാണ്. കെട്ടിലം കാഴ്ചയാണ്. ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് ആദ്യം ഭക്ഷണം എന്തെങ്കിലും നോക്കാം. വാ, സൂപ്പർ.
കിടിലൻ തന്നെ വെള്ളച്ചാട്ടം. ഇത് തോഷ് പോകുന്ന വഴിക്കുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. എന്താ ഇത്? കിടിലൻ തന്നെ.